പീപ്പിൾസ് ചോയ്സ് കോലഞ്ചേരി പ്രസ് ക്ലബ് ക്രിക്കറ്റ് ലീഗ് സീസൺ 2 വെള്ളിയാഴ്ച കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ തുടങ്ങും. രാവിലെ 9:30 പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ ക്രിക്കറ്റ് ലീഗ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. കോലഞ്ചേരി പ്രസ് ക്ലബ്ബ് ഇത് രണ്ടാമത് തവണയാണ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ വെച്ച് ഇത്തരത്തിലുള്ള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണ ലീഗിനൊരു പ്രത്യേകതയുണ്ട്. മയക്കുമരുന്നിനെതിരായുള്ള ഒരു പ്രചരണം കൂടിയാണ് ഇത്തവണത്തെ ക്രിക്കറ്റ് ലീഗ്. അത് അതിൻ്റേതായ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രസ് ക്ലബ്ബ് ഈ ലീഗ് നോക്കിക്കാണുന്നത്. 4 മുതൽ 6 വരെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ വളരെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ലീഗ് സംഘടിപ്പിക്കുന്നത്. ലീഗ് 4-ാം തീയതി രാവിലെ പുത്തൻകുരിശ് ഡിവൈഎസ്പി വി ടി ഷാജൻ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ കുന്നത്താടിൻ്റെ MLA PV ശ്രീനിജൻ, സിൻഡേറ്റിൻ്റെ ഡയറക്ടർ ചെയർമാനായിട്ടുള്ള വിജു ജേക്കബ് അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കും. സാംസ്കാരിക സാമൂഹ്യ രംഗത്തുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. ഇത് ഈ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ എന്ന നിലയ്ക്ക്, മയക്കുമരുന്നിനെതിരെ നടക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് ഇതിലേക്ക് ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തവും സഹായങ്ങളും പ്രസ് ക്ലബ്ബ് ക്ഷണിക്കുകയാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ പ്രമുഖരായ 16 ടീമുകൾ ലീഗിൽ പങ്കെടുക്കും. 1-ാം സ്ഥാനക്കാർക്ക് 1 ലക്ഷം രൂപയും ട്രോഫിയും, 2-ാം സ്ഥാനക്കാർക്ക് 60,000 രൂപയും ട്രോഫിയുമാണ് ലഭിക്കുക. ആദ്യത്തെ സീസൺ തന്നെ കേരളത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലീഗായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തവണ നമ്മൾ 2-ാം സീസണിൽ ആദ്യത്തെ സീസൺ നമ്മൾ എറണാകുളം ഉള്ളി ആയിട്ടാണ് നടത്തിയത്. എറണാകുളം ജില്ല മാത്രമായിട്ടാണെങ്കിൽ ഈ തവണ നമ്മൾ എറണാകുളം, കോട്ടയം, ഇടുക്കി 3 ജില്ലകളെ കൂടി കൂട്ടിയാണ് നടത്തുന്നത്. മൊത്തം 240 ക്രിക്കറ്റ് താരങ്ങൾ ഈ ലീഗിൻ്റെ ഭാഗമാകുന്നുണ്ട്. 16 ടീമുകളാണ് മൊത്തത്തിൽ പങ്കെടുക്കുന്നത്. നിലവിലെ 3 ദിവസം നീണ്ടിരിക്കുന്ന കളി മൊത്തം നമുക്ക് 31 കളിയാണ് വരുന്നത്. ഫൈനൽ ഉൾപ്പെടെ കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് 1 ലക്ഷം രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് 60,000 രൂപ. പിന്നെ ഇതിനകത്ത് സെമി ഫൈനലിസ്റ്റുകളായിട്ട് വരുന്ന 2 ടീമുകൾക്ക് 20,000 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ നമ്മൾ ഏറ്റവും മികച്ച ട്രോഫിയാണ് നൽകുന്നത്. ഇത് കൂടാതെ വ്യക്തിഗത ചാമ്പ്യന്മാർക്കും, അതായത് ലീഗിലെ താരം ഓരോ കളികളിലെ താരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. മികച്ച ബോളർ, മികച്ച ബാറ്റർ, മികച്ച വിക്കറ്റ് കീപ്പർ, അങ്ങനെ വ്യക്തിഗത ഇതിലുള്ള പ്ലേയേഴ്സിന് കൂടുതലൊരു പിന്തുണ നൽകുക എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തിഗത ഇനത്തിലും നമ്മൾ നൽകുന്നുണ്ട്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് NKGB, സെക്രട്ടറി പ്രദീപ് എബ്രഹാം, MCC ക്രിക്കറ്റ് ക്ലബ്ബ് ഭാരവാഹികളായ അഖിൽ ആൻഡ്രൂസ്, ശരത് മോഹൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള. Morning, Adi. Hi. Hello. Adi is so happy to come to Time Kids. He wants to come to school even on Sundays. What's the magic? Come, let me show you the magic. At Time Kids, children play, explore, while they feel safe and happy in our preschool. They learn while having fun. They draw, paint, and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.